എസ് രാജമൗലി സംവിധാനം ചെയ്ത് 2015 പ്രദർശനത്തിനെത്തിയ ഇതിഹാസ ചലച്ചിത്രമായ ബാഹുബലിയിലെ നായകൻ തന്റെ ഭാരത്തെക്കാളേറെ വലിപ്പവും ഭാരവുമുള്ള വസ്തുക്കൾ ഉയർത്തുന്നത് നിങ്ങൾ കൗതുകത്തോടെ കണ്ടിരുന്നിട്ടുണ്ടാകും അല്ലേ? അതുപോലെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാവരുടെയും ബ്രെയിൻ യൂസ് ചെയ്ത് സൂപ്പർ ബ്രെയിൻ ആക്കി മാറ്റി പല ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത സീനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്റെ പ്രിയ പത്നിയായ ദേവസേനയ്ക്ക് ജലവാഹനത്തിൽ കയറാൻ പാലത്തിനു പകരമായി തന്റെ ശരീരം തന്നെ അർപ്പിച്ചതും നമ്മൾ കൗതുകത്തോടെ കണ്ടിരുന്ന സീനുകളായിരിക്കും. എന്നാൽ ഇതുപോലെയൊക്കെ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാഹുബലി നമ്മുടെ വീടിനുള്ളിലും വീടിന് പുറത്തും കറങ്ങി നടപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ വീഡിയോ മുഴുവനായി കണ്ടോളൂ. ആ ബാഹുബലി മറ്റാരുമല്ല, നമ്മുടെ കുഞ്ഞൻ ഉറുമ്പാണ്. ഹൈമനോപ്റ്ററ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യനേക്കാളേറെ ബുദ്ധിയും വൃത്തിയും സാമർഥ്യവും അച്ചടക്കശീലവും ചിട്ടയായ ജീവിതവും നയിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് ഉറുമ്പ്. ചരിത്രാതീത കാലം മുതലേ ജീവിച്ചു വരുന്ന പ്രതിരോധശേഷി ഏറെ കൂടുതലുള്ള ഈ ഉറുമ്പുകൾ ദിനോസർ കാലഘട്ടത്തെ അതിജീവിച്ച് 130 മില്യൺ വർഷങ്ങളായി ഈ ലോകത്ത് വസിക്കുന്നുണ്ട് എന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ചെറുദ്വാരങ്ങളിലും മരങ്ങളിലും കോളനീസ് നിർമ്മിച്ച് ജീവിക്കുന്ന ഇവയുടെ കൂടുകളിൽ രാജ്ഞിയും ജോലിക്കാരും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെയുണ്ട്. ലോകമെമ്പാടും 12,000-ലധികം സ്പീഷീസുകളുള്ള ഉറുമ്പുകൾക്ക് തൻ്റെ ഭാരത്തേക്കാൾ 50 മടങ്ങ് ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. സൂര്യൻ, മാഗ്നറ്റിക് ഫീൽഡ്, വിഷ്വൽ ലാൻഡ്മാർക്ക് തുടങ്ങിയവ യൂസ് ചെയ്ത് സഞ്ചരിക്കാറുള്ള ഇവയുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ വിടവുകൾ കാണപ്പെടുകയും യാത്രയ്ക്ക് തടസ്സമാവുകയും ചെയ്താൽ ഇവ സ്വന്തം ശരീരം പാലമാക്കി മാറ്റി മറ്റുള്ളവരെ അക്കരയ്ക്ക് കടത്തുമെന്നത് ഇവരുടെ ടീം വർക്കിൻ്റെയും പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റിയുടെയും ഉദാഹരണങ്ങളാണ്. പരസ്പര ഇടപെടലിലൂടെ പഠിക്കാൻ കഴിയുന്ന ഒരേ ഒരു സസ്തനികളല്ലാത്ത ജീവിയാണ് ഉറുമ്പുകൾ. അതായത് അവ പരസ്പരം പഠിപ്പിക്കുന്നു. കൂടാതെ ഉറുമ്പുകൾക്ക് സൂപ്പർ ബ്രെയിൻ സൃഷ്ടിക്കാനും കഴിയും. അതായത് ഇവ ചെറുതാണെങ്കിലും അവയ്ക്ക് വലിയ ഗ്രൂപ്പ്സായി ഒത്തുകൂടാനും തങ്ങളുടെ എല്ലാ ബുദ്ധിയും മൊത്തത്തിൽ ഉപയോഗിക്കാനും ഇവർക്ക് കഴിയുന്നു. പല രാജ്യങ്ങളിൽ പല വേഷങ്ങളിൽ പല തരക്കാരായി ഉറുമ്പുകൾ വാഴുന്നുണ്ട്. ആമസോൺ പോലെയുള്ള ഈർപ്പമുള്ള കാടുകളിൽ കാണപ്പെടുന്ന പേര് പോലെ തന്നെ ഒരു ബുള്ളറ്റ് ശരീരത്തിൽ പതിഞ്ഞു കയറുന്ന തരത്തിൽ വേദനയുണ്ടാക്കുന്ന കടി തരുന്ന ബുള്ളറ്റ് ആൻസ് എന്ന ഉറുമ്പും വിശപ്പ് കഠിനമായതും പോകുന്ന വഴിയിൽ കാണുന്നതെല്ലാം തിന്നു തീർത്ത് പാതയൊരുക്കി കടന്നു പോകുന്ന ഡ്രൈവർ ആൻസും ഒരു കടിയിൽ തീ കത്തുന്ന പോലുള്ള വേദന തരുന്ന റെഡ് ഇമ്പോർട്ടഡ് ഫയർ ആൻസും അങ്ങനെ ഒരുപാടുണ്ട് ഉറുമ്പുകളിലെ വിരുദ്ധന്മാർ. മനുഷ്യനെ പോലും ബാധിക്കുന്ന മാരക വിഷം പുറപ്പെടുവിക്കുന്ന മരണത്തിന് കാരണമായേക്കാവുന്ന ഉറുമ്പുകളും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ബുള്ളറ്റ് ആൻഡിന്റെ കടിയേറ്റ് ജീവൻ തിരിച്ചു ലഭിച്ച സ്കൈ ഡൈവറിന്റെ ജീവിതവും അത്ഭുതകരമാണ്. മണ്ണിന്റെ വായുസഞ്ചാരം കൂട്ടാനും വിത്തുകൾ പലയിടത്തായി വിതരണം ചെയ്യാനും കീടങ്ങളെ കൊന്നു നശിപ്പിച്ച് നമ്മുടെ എക്കോസിസ്റ്റത്തിന് ഇന്നും ഒരു മുതൽക്കൂട്ടായി നിൽക്കുന്ന ഈ ഉറുമ്പ് ബാഹുബലിയെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.